അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ഡിതന്മാരെ നിരന്തരമായി തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാജത്വരീക്കത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഉരുവട്ടൂരും സംഘവും അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് നേർക്ക് നേരെ നല്ലത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതിന്, ഉത്ബോധനം ചെയ്യുന്നതിന് പകരം കളവുകളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സംഘത്തിലേക്ക് ആളെ കയറ്റുന്ന ഒരു ദജ്ജാലിൻ്റെ പ്രവർത്തനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏറെയായ ഭയമാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്. എന്തുകൊണ്ടാണ് പേരോട് ഉസ്താദ്? അവർ മറുപടി പറയുന്നില്ല. എന്നിട്ടും പേരോട് ഉസ്താദിനെ വിമർശിക്കുന്നു, പരിഹസിക്കുന്നു. എന്തിൻ്റെ പേരിലാണ്? അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു സിംഹം ഒരു സ്ഥലത്ത് കിടന്നുകൊണ്ടിരിക്കുന്നു, മൗനമായി കിടന്നുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ആ സിംഹത്തെ പേടിച്ച് കുറേ നായ്ക്കൾ കുരച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ സിംഹം മൗനമായിരിക്കുന്നു. അപ്പോൾ ഈ കുരച്ചുകൊണ്ടിരിക്കുന്ന നായിൻ്റെ അവസ്ഥ എന്താണ്? സിംഹത്തെ പേടിച്ചുകൊണ്ട് കുരക്കുകയാണ്. അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു സിംഹം അങ്ങനെ അതിൻ്റെ ആ ഒരു ധൈര്യത്തിൽ അവിടെ നിൽക്കുകയാണ്. ഇതേ ഉദാഹരണമാണ് ഈ കുരുവട്ടൂരും സംഘത്തിനെയും പേരോടുസ്ഥാനെ തുല്യപ്പെടുത്താനുള്ളത്. കാരണം ഇവർക്ക് പേരോടുസ്ഥാനെ ഭയമാണ്. ഇവർക്കുള്ള എല്ലാ കള്ളത്തരകളും എല്ലാ വ്യാജവാദങ്ങളും പൊളിച്ചെറിഞ്ഞ് പേരോടുസ്താദ് ഇവർക്കുള്ള ആദ്യഘട്ടത്തിൽ തന്നെ ഇനി നിലനിൽപ്പില്ല എന്ന് വിചാരിച്ച ഇവർ എന്തു ചെയ്യുന്നു? പേരോടുസ്താദിനെ എന്തെങ്കിലും ജനങ്ങളുടെ ഏതെങ്കിലും ഒരു സുന്നിയുടെ മനസ്സിൽ നിന്ന് പേരോടുസ്താദിൻ്റെ മഹബത്തിനെ ഇല്ലാതെയാക്കണമെന്ന് ഇവർ ശ്രമിക്കുന്നു. പക്ഷേ ഇവരുടെ കുതന്ത്രത്തിൽ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും പെടുകയില്ല. കാരണം ഇവരുടെ വാക്ക് തന്നെ ഇവർക്ക് എതിരാണ്. കാരണം ഒരു ദിവസം പറഞ്ഞത് പിറ്റേ ദിവസം മാറ്റി പറയുന്നു. ഈ പുത്തനാശയക്കാരുടെ പോലെ തന്നെയാണ് ഇവരുടെ ഗതികേട്. കാരണം ഇവർക്ക് നല്ലത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നന്നാക്കുന്ന ഒന്നും ഇവരിലില്ല. മറിച്ച് ശരീഅത്ത് നിയമങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവർക്കുള്ള തോന്നിവാസം ചെയ്യിപ്പിക്കാൻ വേണ്ടി, ഇവർക്കുള്ള തോന്നിവാസത്തിന് ആര് കൂട്ടുനിൽക്കുന്നോ അവരെ കൂട്ടുപിടിച്ച് ആരായാലും ഏത് മതത്തിൻ്റെ ആളായാലും ഇവർക്കുള്ള തോന്നിവാസങ്ങൾക്ക് ആര് കൂട്ടുനിൽക്കുന്നുവോ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാം ദീനിനെ തകർക്കുവാൻ വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ തകർക്കുവാൻ വേണ്ടി ഒരുപാട് കുതന്ത്രങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നു. അല്ലാഹു തആല അവരുടെ ശർറിൽ നിന്ന് മുസ്ലിം സമുദായത്തിനെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മോമിനീങ്ങളെ അവസാന കാലത്ത് ദജ്ജാലിങ്ങൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കദ്ദാബിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ധാരാളം കളവ് പറയുന്നവർ. ഈ കുരുവട്ടൂരുകളുടെ അവസ്ഥ അതാണ്. കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊരു ഒരു ചെവി കേൾക്കുന്ന ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്കുള്ള കളവുകൾ. അതുപോലെ തന്നെ കബളിപ്പിക്കുകയാണ്. കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബുദ്ധിയുള്ളവന് മനസ്സിലാക്കും, ഇവർക്ക് ഭ്രാന്താണെന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ളതായ കബളിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത്. ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവസാന പിടയലുണ്ടല്ലോ, ഒരു ചാകുന്നതിന് മുമ്പ് ഒരു പിടയൽ, ആ പിടയലാണ് ഈ സംഘം ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ശർറിൽ നിന്ന് മുസ്ലിം സമുദായത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളെ പണ്ഡിതന്മാർക്കെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇവർക്കുള്ള ഒരു കുതന്ത്രത്തിലും പെടാതെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വ്യാജന്മാരും കള്ളന്മാരും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം അവസാനമായി ദജ്ജാൽ വരുമല്ലോ, അതിനു മുമ്പ് ഒരുപാട് ദജ്ജാലുകൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ദജ്ജാലുകൾ അവരുടെ പണി എന്താണ്? ഈമാനിൽ നിന്ന് ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാജത്വരീക്കത്തുകാർ ഒരു ഭാഗത്ത് ഇങ്ങനെ ജനങ്ങളെ ഈമാനിൽ നിന്ന് വഴിതെറ്റിക്കുകയാണ്. പിന്നെ ഒരു ഭാഗത്ത് പുത്തനാശയക്കാർ, ഇങ്ങനെ ഒരുപാട് യുക്തിവാദികളും ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റാനും വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഒരുപാട് ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഭീകരമായ ഒരു അവസ്ഥ പറഞ്ഞത്. അതായത് അന്ത്യനാളായി കഴിഞ്ഞാൽ രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫിറായിരിക്കും.
വൈകുന്നേരം മുസ്ലിമായിട്ടുള്ളവൻ രാവിലെ കാപ്പി, പെട്ടെന്ന് പെട്ടെന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ പെടാതെ നമ്മളെ ഈമാനെ കാത്തു സൂക്ഷിക്കണം. കാരണം അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്നുള്ളത്. അതിനെ കവച്ചു വെക്കുന്ന ഒന്നുമില്ല. കാരണം ശാശ്വതമായ വിജയത്തിൻ്റെ ഒരു ടിക്കറ്റാണ് ആയത്, ശാശ്വതമായ വിജയത്തിൻ്റെ ഒരു താക്കോലാണ് എന്ത് ഈമാൻ എന്നുള്ളത്. ഈമാനില്ലാത്തവനിക്ക് രക്ഷയില്ല. അപ്പം ഈമാൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരുപാട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇബാദത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശിക്ഷയെല്ലാം കഴിഞ്ഞ് ഈമാനില്ലാത്തവന് ശാശ്വതമായ നരകത്തിൽ അവൻ കഴിയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പ്രയാസകരമായ ഘട്ടം. അവിടെ ദുഃഖിച്ചിട്ടോ പ്രയാസപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ ഈമാൻ സംരക്ഷിക്കണം. ഇങ്ങനെയുള്ള പുത്തനാശയക്കാരുടെയോ വ്യാജത്വരീകത്തിൻ്റെയോ അവരുടെ ഷറിൽ പെടരുത്. വ്യാജത്വരീകത വളരെ ഡേഞ്ചറാണ്. കാരണം എന്താണ്? അവർ ഔലിയാക്കന്മാരെ ബഹുമാനം പറയുന്നെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശികങ്ങളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ പഴപ്പിക്കുകയാണ്. സാധാരണക്കാരെ പാവങ്ങളായ ജനങ്ങൾ പെട്ടുപോവുകയാണ്. ഇവരും മൗലിദല്ലേ പാരായണം ചെയ്യുന്നത്, ഇവരും ഔലിയാക്കന്മാരുടെ സിയാറത്ത് മഹത്വം പറയുന്നതല്ലേ എന്ന് പറഞ്ഞ് സാധാരണക്കാരൻ മനുഷ്യന്മാരെ ഈമാൻ തെറ്റിക്കുകയാണ് ജനങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിനെ അല്ലാഹു തആല ഈമാൻ കൊണ്ട് തഖ്വ കൊണ്ട് അല്ലാഹു തആല ശക്തിപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളായ ആളുകളിൽ നിന്ന് കുതന്ത്രങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മളെല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവർ ഓരോരോ വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ചാക്കിലാക്കാൻ നോക്കുകയാണ്. ഒരു ഭാഗത്ത് ശംസുൽ ഉലമൻ്റെ ആളുകളായി അവർ എന്താക്കുന്നു, ചമയുന്നു. പിന്നെ ഒരു ഭാഗത്ത് യുവാക്കളെ പിടിക്കാൻ വേണ്ടിയിട്ട് യുവാക്കൾക്ക് ഇങ്ങനെ എന്ത് സപ്പോർട്ടാണ് അവർ ചെയ്യുന്നതായ നീചമായ പ്രവർത്തനത്തിന് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ യുവാക്കളെ കൂട്ടുന്നു. കാരണം അവർക്ക് ആളെ കൂട്ടണം. ഇസ്ലാമോ ഈമാനോ തഖ്വയോ പ്രശ്നമില്ല. അവർക്ക് ഇവിടെ ദുനിയാവിൽ ഒരാളെ ഷേഖാക്കിയിട്ട്, അതായത് മുരീദാക്കിയിട്ട് ഇവിടെ പള്ള നിറച്ച് തിന്നിട്ട് ഇവിടെ എന്താണ് ഒരു നായിനെ പോലെ ഇങ്ങനെ അട്ടഹസിക്കണം, കുരച്ചുകൊണ്ടേയിരിക്കണം. ഈ കുരച്ചുകൊണ്ടിരിക്കുന്നതിനെ മറുപടി പറയൽ അതൊരു ബുദ്ധിയല്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. എന്താണ്, നീ ഒരു ബോളനായ ഒരാളോട് നീ തർക്കിക്കുന്നതിനേക്കാൾ ഇതാ നതഖസ്സഫീഹു ഫലാ തുജിബ്, ഒരു ബോളനായ ഒരു പൊട്ടനായ ഒരാൾ എന്താകുന്ന നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് തർക്കിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഫലാ തുജിബുഹു, അവനക്ക് നീ എന്താക്കണ്ട, മറുപടി പറയണ്ട. അങ്ങനെയുള്ള ബോളന്മാരാണ് ഈ കുരുവട്ടൂരിൽ സംഘം. ഈ ബോളൻ കാണുമ്പോൾ തന്നെ അവർ തലയെക്കെട്ട് കണ്ടാൽ തന്നെ ഒരു ബോളത്തരം അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് അവർ. അവരുടെ മുഖം കണ്ടാലേ മനസ്സിലാവും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ശർറിൽ നിന്നും നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ വളരെ ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ ഈമാൻ നമ്മളെ തെറ്റിപ്പോകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈമാൻ സംരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا عليك توكلنا وإليك أنبنا وإليك المصير. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.